ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കില്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 8ാമത്തെ ബർത്ത്ഡേ ആണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ അച്ചുവിന് 8 വയസ്സായി. ഞാൻ അച്ചുവിൻ്റെ ഡെലിവറി സമയത്തൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടു കേട്ടോ. എനിക്ക് പ്രഷർ കൂടിയിട്ടും അച്ചു വെയിറ്റ് കുറവായിട്ടൊക്കെ ഒരു ഡെലിവറി സ്റ്റോറി ഒക്കെ പറയുകയാണെങ്കിൽ അത്രയും പറയാണ്ട് കേട്ടോ. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ അച്ചു റിക്കവർ ചെയ്തപ്പോൾ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഡെലിവറി സ്റ്റോറി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് ബർത്ത്ഡേ പാർട്ടി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കേക്ക് കട്ടിംഗ് ഒന്നുമില്ല. അവൾക്ക് ഗിഫ്റ്റും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് ബ്രോസ്റ്റ്, നൂഡിൽസ്. അപ്പോൾ അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനായപ്പോഴേക്ക് അതൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രോസ്റ്റ് വെച്ചിട്ട് തന്നെ ബർഗറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അതിന് ശേഷമാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നോമ്പ് തുറക്കലും നിസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. മക്കളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയതിൻ്റെ ശേഷം അച്ചു അപ്പം തന്നെ പൊളിക്കുകയാണ് കേട്ടോ. അവളുടെ ചെയിൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ചെയിന് വാങ്ങിച്ചു. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട പാവക്കുട്ടി, അതുപോലെ അവൾക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഇത് സുല്ലും ഷിനും കൂടി എന്തൊക്കെയോ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ പിന്നെ മക്കളൊക്കെ പിന്നെ ആ ബലൂൺ കൊണ്ടൊക്കെ പൊട്ടിച്ച് കളിക്കലൊക്കെ ആയി. പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായാൽ അങ്ങനെയാണ്, നല്ല കളിയായിരിക്കും. കുറച്ച് സമയമൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ അച്ചു പഠിക്കാൻ പോയി. അച്ചുവിന് എക്സാമാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ടാണ്. ടാറ്റാ.